Okay, keep your spine straight. താടി സ്വല്പം താഴ്ത്താം. നിങ്ങളുടെ നാവ് മേലണ്ണാക്കിലേക്ക് കണക്ട് ചെയ്യാം. റിലാക്സ്ഡ് ആവാം. വീക്കെൻഡ് ആണ്. നമ്മൾ ശാന്തി ധ്യാനത്തിലേക്ക് പോവാണ്. റിലാക്സ് ആവാൻ വേണ്ടി ശരീരത്തിന്റെ എല്ലാ പോയിന്റുകളും എല്ലാ സെൽസുകളും റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ആദ്യം നമ്മൾ ബ്രീത്തിങ് ചെയ്യാം. എന്താണ് ബ്രീത്തിങ്? ഇടപിംഗള നാഡി ഇടത് സൈഡ്, റൈറ്റ് സൈഡും ഇടതും വലതും രണ്ട് സൈഡും കറക്റ്റ് ചെയ്ത് നമ്മുടെ ഊർജത്തെ, കുണ്ടലിനി ശക്തിയെ നട്ടലിന്റെ മധ്യത്തിലൂടെ മേലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതിനുള്ള ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. ശ്രദ്ധിക്കുക, ഇടത് കൈ ചിന്മുദ്ര, വലത് കൈ കൊണ്ട് ശ്രദ്ധിക്കുക. രണ്ട് മൂക്ക് ശ്രദ്ധിക്കുക. റൈറ്റ് നോസ്, റൈറ്റ് മൂക്കിന്റെ റൈറ്റ് ലെഫ്റ്റ് രണ്ട് ഭാഗങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പൊ വലത് സൈഡ് ആദ്യം ലോക്ക് ചെയ്യാം. then ഇടതിലൂടെ ശ്വാസം പുറത്തേക്ക് വിടും. ഇടത് കൈ മടിയിൽ മലത്തി വയ്ക്കുക. ഇടതിലൂടെ ശ്വാസം വിടുക. ഒരു 12 times മാക്സിമം പുറത്തേക്ക് വിടുക. ഇനി ഇടത് ഭാഗം അടച്ച് വലതിലൂടെ രണ്ട് കൈ മാറ്റി വയ്ക്കുക. രണ്ട് കൈ മടിയില് ചിന്മുദ്രയില്, ധ്യാനമുദ്ര, ചിന്മുദ്ര. റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എന്നിട്ട് രണ്ട് സൈഡിലൂടെ, ഇടതും വലത് സൈഡിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടിച്ചടിച്ച് കളയാം. ബ്രീത്ത് ഔട്ട് ചെയ്യുക ശക്തമായിട്ട്. സാവധാനം റിലാക്സ് മൂഡിലേക്ക് പോവാം. തലമുടി മുതൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വയം റിലാക്സ് പറയാം. തലമുടി ശ്രദ്ധിക്കുക. റിലാക്സ്ഡ് ആവട്ടെ, റിലാക്സ്ഡ് ആവട്ടെ. 3 വട്ടം ആവർത്തിക്കുക. നെറ്റി മനസ്സുകൊണ്ട് കാണുക. നിങ്ങളുടെ മൂന്നാമത്തെ കണ്ണുകൊണ്ട്, രണ്ട് കണ്ണടച്ച് തേർഡ് ഐ കൊണ്ട് കാണാം. 6th സെൻസ്, 6ാം ഇന്ദ്രിയം കൊണ്ട് ഫീൽ ചെയ്യുക. നെറ്റി എന്ന് പറയുമ്പോൾ നെറ്റിയെ ഫീൽ ചെയ്യുക, നെറ്റിയെ കാണാൻ ശ്രമിക്കുക മനസ്സുകൊണ്ട്. നെറ്റി, അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, ബാക്ക് സൈഡ്, റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ. റിലാക്സ്ഡ് ആവട്ടെ, ശാന്തമാവട്ടെ. നിങ്ങളുടെ രൂപം നിങ്ങൾ തന്നെ കാണാം, വളരെ സ്നേഹത്തോടെ. റിലാക്സ് പറയാം. രണ്ട് കണ്ണുകൾ റിലാക്സ്ഡ്, റൈറ്റ് ലെഫ്റ്റ്. ഇതൊക്കെ ക്ലീനിങ് ചെയ്യുന്ന എഫക്ട് നമ്മളവിടെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കെയർ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. മൂക്ക്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് രണ്ട് സൈഡുകൾ. ശ്വാസം നന്നായി ഉള്ളിലേക്ക് വലിക്കുക, അതേപോലെ പുറത്തേക്ക് വിടുക. മൂക്കിന്റെ ഫങ്ഷനൊക്കെ കറക്റ്റ് നടക്കുന്നതായിട്ട് കാണാം. വായ, ചുണ്ട്, വായ, പല്ല്, മോണ എല്ലാം ശ്രദ്ധിക്കാം. രണ്ട് ചെവി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. മുഖം ഫുള്ളായിട്ട്, മുഖത്തിന് പിൻവശവും, ഇഡലി, തൊണ്ട, ത്രോട്ട്. ഷോൾഡർ റിലാക്സ് ചെയ്യുക, മസിൽസ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കുക. റൈറ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഷോൾഡർ. സാവധാനം കൈകളിലേക്ക് ചിന്ത കൊണ്ടുപോകാം. കൈയിന്റെ പാദം വരെ ശ്രദ്ധിക്കാം. കൈപ്പത്തി, ഹാർട്ടിലേക്ക്, ഹാർട്ടിന്റെ ബീറ്റ് ഒക്കെ ശ്രദ്ധിക്കുക.
റിലാക്സ്ഡ് ആവും. ഹാർട്ടിന്റെ പമ്പിങ് ഒക്കെ കറക്റ്റ് നടക്കട്ടെ. ഫ്രണ്ട് ഹാർട്ട്, ബാക്ക് ഹാർട്ട്, ശ്വാസകോശങ്ങൾ താഴേക്ക് വരിക. ഹാർട്ടിന്റെ താഴെ പോയിന്റുകളിലേക്ക് ശ്രദ്ധിക്കുക. പാൻക്രിയാസ്, ലിവർ, സ്പ്ലീൻ, ഇടത് വാരിയല്, കിഡ്നി, റൈറ്റ് കിഡ്നി, ലെഫ്റ്റ് കിഡ്നി, നാഭി, പൊക്കിളുടെ താഴെ നാഭി, അര ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. രണ്ട് തുടകള്, തുടയുടെ മസിൽസ് ഒക്കെ റിലീസ് ചെയ്യുക, റിലാക്സ്ഡ് ആവട്ടെ. കാൽമുട്ടുകള്, കണങ്കാല് റിലാക്സ്ഡ്. കാൽപാദം റിലാക്സ്ഡ് ആവട്ടെ. ബോഡി ഫുള്ളായിട്ട് റിലാക്സ്ഡ് ആവും. എവിടെയെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് പറയാ റിലാക്സ്ഡ് ആവട്ടെ. അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നതോടൊപ്പം ആ പോയിന്റ് വേദനയുള്ള ഭാഗവും കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ നട്ടല് വേദനയോ പെടല് വേദനയോ കൈവേദനയോ കാൽവേദനയോ ഉള്ളവര് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്താൽ തന്നെ വ്യത്യാസം വരും, കൂളാവും, ശാന്തമാവും. നട്ടലിന്റെ അറ്റം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നട്ടലിന്റെ അറ്റം നട്ടലിനറ്റം മൂലാധാരം എന്ന് പറയും. നമ്മളെ സർവൈവ് ചെയ്യാൻ നമ്മുടെ സാമ്പത്തികമായ ഇഷ്യൂസുകൾ, ശാരീരികമായ ഇഷ്യൂസുകൾ എല്ലാത്തിന്റെയും മെയിൻ പോയിന്റ് ആണ് മൂലാധാരം. വാഹനങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന പോലെ ഇന്ന് നമ്മൾ മൂലാധാരത്തെ പ്യൂരിഫൈ ചെയ്യാണ്. ഇതിന്റെ ആക്ടിവേഷൻ മന്ത്രം, പ്യൂരിഫൈയിങ് മന്ത്രം ഓം ശാന്തി 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 ഓം. തുടക്കത്തിലെ ഓംകാരം, പിന്നീട് 3 ശാന്തി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓം കൊണ്ട് അതിനെ വലയം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓംകാരം വളരെ ശക്തമായ മന്ത്രമാണ്. കാരണം ഓം ആദിശബ്ദമാണ്, ആദിവചനമാണ് ഓം. ഓം ശാന്തി 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 ഓം. മനസ്സിൽ ഒരു 38 പ്രാവശ്യം ഈ മന്ത്രം റിപ്പീറ്റ് ചെയ്യുക. ഇതിന് അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ശബ്ദമുണ്ടായി, ശബ്ദത്തിൽ നിന്നാണ് പിന്നീട് പലതും സൃഷ്ടിക്കപ്പെട്ടത്. ഇതേപോലെ മൂലാധാരത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിന്റെ ന്യൂനതകൾ മാറ്റിയാൽ തന്നെ നിങ്ങളുടെ സാമ്പത്തികം, ശാരീരികം, മാനസികം എല്ലാ തരത്തിലുള്ള ചേഞ്ചസ് നിങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓരോരുത്തരിലും സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഓരോരുത്തരും സ്വയം ആ മന്ത്രജപം നടത്തി അവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം.
നോർമൽ ബ്രീത്തിങ് ആണ്. ഓം ശാന്തി 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 ഓം. റിപ്പീറ്റ് ചെയ്യുക. മൂലാധാരത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. കളർ കോമ്പിനേഷൻ വേണമെങ്കിൽ റെഡ് കോമ്പിനേഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. കണക്ഷൻ വേണമെങ്കിൽ ഭൂമിയായിട്ടുള്ള കണക്ഷൻ ആണ്. മറ്റുള്ള അറ്റം മുതൽ താഴേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭൂമിയെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ചുവന്ന കളർ റെഡ് കളർ ശ്രദ്ധിച്ചുകൊണ്ട് ഓംകാര ജപം നടത്താം. ഓം ശാന്തി 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 ഓം ജപം നടത്താം. റിലാക്സ് ആയിട്ട് ചെയ്യാം. 36 കൗണ്ട് കഴിയുന്നവര് ശാന്തമായി അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട്. കൗണ്ട് 1. ഓം ശാന്തി 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 ഓം. ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഓം ശാന്തി 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 ഓം. ഓം ശാന്തി 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 ഓം. കണ്ടിന്യൂ പ്ലീസ്. ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. മന്ത്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കളർ കോമ്പിനേഷൻ ശ്രദ്ധിക്കണം. റെഡ് കളർ ലൈറ്റ് റെഡ്, ഡാർക്ക് റെഡ് ആവുന്നത് ശ്രദ്ധിക്കാം. ഓം ശാന്തി 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 ഓം. ഓം ശാന്തി 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 ഓം. മെന്റലി റിപ്പീറ്റ്. മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ വളരെ ശാന്തമാവുന്നത് കാണാൻ കഴിയും. റിലാക്സ്ഡ് ആവുന്നത് കാണാൻ പറ്റും.
ധ്യാനം അവസാനിപ്പിക്കുകയാണ്. സാവധാനം ശരീരത്തിലേക്ക് തിരിച്ചു വരിക. റിലാക്സ്ഡ് ആവുക, ശാന്തമാവുക. ഓക്കെ, കൈകൾ കൂട്ടിത്തിരുമ്പ്. മസാജ് യുവർ ഫേസ്. ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കുക, നമ്മുടെ ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പിരിച്വൽ ക്ലാസ്സുകൾ ബോധിധർമ്മ റേക്കി തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ലാമഫറ ബുദ്ധന്റെ ടെക്നിക്സുകൾ, നിഗൂഢ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ബുദ്ധന്റെ ടെക്നിക്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരും പഠിച്ചവർക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. കാരണം ഓരോ ക്ലാസ്സും വ്യത്യസ്തമായിരിക്കും. ഓരോന്നും ഓരോ സബ്ജക്റ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ ഡിഫറൻ്റ് ആവും. അപ്പോൾ രണ്ട് രീതിയിലും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും പഠിക്കാം. കൂടുതൽ അറിവുകൾ ഷെയർ ചെയ്ത് നമ്മുടെ വീട്ടില് നമ്മുടെ സാമ്പത്തികമായ ബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ മാറ്റി നമ്മുടേതായ റിലേഷൻഷിപ്പ് ഇഷ്യൂസുകൾ സോൾവ് ചെയ്ത് സക്സസ് ആവണം. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് വേണം തുടങ്ങാൻ. വീട്ടിലെ ഇഷ്യൂസുകൾ സോൾവ് ചെയ്ത് വേണം നമുക്ക് നാട്ടുകാരിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് നമുക്ക് പോകാൻ. അപ്പൊ ആദ്യം ഉള്ളിലേക്ക് ഇറങ്ങുക, എന്നിട്ട് പുറത്തേക്ക് പോവാം. അപ്പൊ തയ്യാറാവുക, ഇൻഫോം ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ വിളിക്കുക. പഠിക്കുന്ന താല്പര്യമുള്ളവരും റീജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും നിങ്ങൾ അതേപോലെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കള്, സുഹൃത്തുക്കള് അവർക്ക് ഷെയർ ചെയ്യാം. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ട് തരും, അത് ഷെയർ ചെയ്യാം. ഈ നമ്പർ കൊടുക്കുക കേട്ടോ. താങ്ക് യു. ഡെയിലി മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.